കേരളത്തില് ഒരു ഭരണമാറ്റം ഉണ്ടായി. ഐക്യ ജനാധിപത്യ മുന്നണിയാണ് ഇപ്പൊ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും ആ ഗവൺമെന്റിനെതിരെ ആക്ഷേപം ഉന്നയിക്കുക എന്നുള്ളത് CPM-കാരും BJP-കാരുടെയൊക്കെ ജോലിയാണ്. അത് അവർ നിർവഹിച്ചോട്ടെ. ഞാൻ ഇന്നലെ ആ വീട്ടൊക്കെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അവര് പറയുന്നത് പ്ലാൻ ഫണ്ടിൽ വലിയ ഭീമമായ കുറവ് വന്നു ചെർപ്പളശ്ശേരി നഗരസഭയ്ക്ക് എന്നാണ്. അതന്നെ ഞാൻ ഗണ്ണിക്കുകയാണ്. ചെർപ്പളശ്ശേരി നഗരസഭയ്ക്കല്ല, കേരളത്തിലെ 88 നഗരസഭകൾക്കും ഈ സ്ഥിതി വന്നിട്ടുണ്ട്. നഗരസഭയ്ക്ക് സാധാരണ വിഹിതം സംസ്ഥാന ഗവൺമെന്റ് ആയാലും കേന്ദ്ര ഗവൺമെന്റ് ആയാലും വർദ്ധിപ്പിക്കണം. അത് സാധാരണ ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റ് മിഷണറി എന്ന നിലയിൽ ധാരാളം ഫണ്ട് നമുക്ക് ഇനി ലഭിക്കേണ്ടതാണെന്നുള്ള അഭിപ്രായത്തിൽ ഞങ്ങൾക്ക് ഇപ്പോൾ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ സംസ്ഥാനം ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് എന്ന് കേരളത്തിലെ ഗവൺമെന്റ് ഒരു ധവളപത്രത്തിലൂടെ കേരളത്തിലെ ജനങ്ങളെ നിയമസഭയിൽ തന്നെ അവതരിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. 5,07,00,000 രൂപയുടെ ബാധ്യത ഇപ്പോ 5 ലക്ഷം കോടിയിലേറെ രൂപയുടെ ബാധ്യത ഇപ്പൊ കേരളത്തിലെ ജനങ്ങളുടെ ഉണ്ട്. അത് കൂടാതെ അടിയന്തരമായി നിർവഹിക്കപ്പെടേണ്ടത് 19,000 കോടി രൂപയുടെ ബാധ്യതയും ഇപ്പൊ കേരളത്തിൽ നിലനിൽക്കുക. അത്തരം ഒരു സാഹചര്യത്തിൽ ഒട്ടും ജാഗ്രത കാണിക്കാതെ ആണ് കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിലൊരു ബജറ്റ് അവതരിപ്പിച്ചത്. ആ ബജറ്റിൽ ഒക്കെ കുറെ അനുമാന വരുമാനങ്ങളെ കണക്കാക്കി പദ്ധതി വിഹിതം കേന്ദ്രത്തിൽ നിന്ന് ഒട്ടേറെ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച് അവര് ഉണ്ടാക്കിയ ബഡ്ജറ്റിൽ നഗരസഭകൾക്ക് വെച്ച വിഹിതം റിയൽ അല്ല എന്നാണ് കേരളത്തിലെ ഗവൺമെന്റ് മനസ്സിലാക്കിയിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് 4,69,78,000 രൂപയാണ് ബേസിക്കായിട്ട് സാധാരണ വിഹിതം, അതായത് പ്ലാൻ ഫണ്ട് എന്ന് പറഞ്ഞു. അതിപ്പോ 1,52,00,000 രൂപയായി 52,70,000 രൂപയായി കുറഞ്ഞു എന്നുള്ളതാണ് പറയുന്നൊരു ന്യായം. വാദത്തിന് വേണ്ടി അത് സമ്മതിക്കാം. അതിപ്പോ 5 കോടിയായാലും ഞങ്ങൾക്ക് വിരോധമല്ല, അങ്ങനെ ആവേണ്ടത് തന്നെയാണ്. പദ്ധതി വിഹിതം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ ഇടപെടലുകൾ ഞങ്ങളൊക്കെ പാർട്ടി തലത്തിലും ഞങ്ങൾ മുനിസിപ്പൽ തലത്തിലുമൊക്കെ അതിനുള്ള ഇടപെടലുകൾ നടത്തുകയും ചെയ്യും. അതതിന്റെ വഴിക്ക് പോട്ടെ, സംസ്ഥാന ഗവൺമെന്റ് ആ തീരുമാനിക്കണം. പക്ഷെ സംസ്ഥാന ഗവൺമെന്റ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള ബജറ്റിൽ റിയലായി കാര്യങ്ങളെ കാണുകയാണ്. നമുക്ക് എത്ര രൂപ കൊടുക്കാൻ പറ്റും? ഇപ്പോ നിങ്ങൾക്ക് ആമുഖമായിട്ട് വേറൊരു കാര്യം കൂടി സൂചിപ്പിക്കാം. കഴിഞ്ഞ 2021 ശേഷം നടന്ന എല്ലാ ബജറ്റിലും ബജറ്റ് അലോക്കേഷൻ വെക്കും. പക്ഷെ ആ ബജറ്റ് അലോക്കേഷൻ ഒരു സാമ്പത്തിക വർഷവും പൂർത്തീകരിക്കാൻ ചെർപ്പളശ്ശേരി നഗരസഭയ്ക്കല്ല ഒരു നഗരസഭയ്ക്കും ലഭിച്ചിട്ടില്ല. എന്താ ഇതിന് കാരണം? സാമ്പത്തിക പ്രയാസമാണ്. ഇപ്പൊ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം നിങ്ങൾ നോക്കൂ. 2025-26 പദ്ധതി വിഹിതത്തിൽ 1,65,00,000 രൂപ കിട്ടിയിട്ടില്ല. അതൊന്നും വൈസ് ചെയർമാൻ പറഞ്ഞില്ലല്ലേ? 1.5 കോടി കിട്ടിയില്ല. എന്താ കിട്ടാതിരിക്കാൻ കാരണം? ആരാണ് കേരളം ഭരിച്ചിരുന്നത്? എന്തുകൊണ്ട് ലാസ്റ്റ് ഗഡു കൊടുത്തില്ല? അപ്പൊ എല്ലാ വർഷവും ലാസ്റ്റ് ഗഡു കൊടുക്കുക മാർച്ച് 20 ശേഷമാണ്. 22, 24, 26, 28 തീയതികളിലൊക്കെ കൊടുക്കുക. ഈ പണം നമുക്ക് ചെലവഴിക്കാൻ പറ്റുമോ? ഈ പണം ഇത് പെട്ടെന്ന് അർദ്ധരാത്രി ബില്ല് എഴുതി ട്രഷറി പോയാൽ തന്നെ ട്രഷറിയിൽ 5 ലക്ഷം റുപ്യയിൽ മേനലിനൊക്കെ ബാനല്ലേ? കാശ് കിട്ടുമോ? കിട്ടില്ല. അങ്ങനെയാണ് ഇവിടെ സ്പിൽ ഓവർ പദ്ധതി ആയത് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. 1 കോടിയിലേറെ സ്പിൽ ഓവറിന് കൊടുക്കാനേ ഇപ്പൊ നമുക്ക് കിട്ടുന്ന പണമുള്ളൂ എന്ന് പറയുന്ന സാഹചര്യം വന്നത് എങ്ങനെയാണ്? ഇവിടെ സമയത്ത് പദ്ധതി പൂർത്തീകരിക്കാതെയും സമയത്ത് കേരളത്തിലെ ഗവൺമെന്റ് നഗരസഭക്ക് കൊടുക്കേണ്ട പണം കൊടുക്കാതെയുമാണ് ഈ ചതി ചെയ്തത്. ഞാൻ നിങ്ങൾക്ക് അടുത്ത മാസം 10 ലക്ഷം റുപ്യ തരാം എന്ന് പറഞ്ഞാൽ മതിയോ? അടുത്ത മാസം 10 ലക്ഷം ഞാൻ തരണ്ടേ? എന്നാലല്ലേ നിങ്ങൾക്കത് വിനിയോഗം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ പറഞ്ഞിട്ട് കാര്യമല്ല. ഈ ഗവൺമെന്റ് ഉദ്ദേശിച്ചത് റിയൽ ആയിട്ടുള്ള കാര്യം ജനങ്ങളോട് പറയുക,
തദ്ദേശ സ്ഥാപനങ്ങളോട് പറയുക, അത് നടപ്പാക്കാൻ ആവശ്യമായ ഫണ്ട് യഥാസമയം കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി മറ്റൊരു കാര്യം ഞാൻ പറയാം, എവിടെയാണ് നമുക്ക് കുറവെന്ന്. 4,69,00,000 ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചു. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ കഥയാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്, 25-26 കഥയാണ് പറയുന്നത്. ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് 2,27,00,000. അതുപോലെ തന്നെ പ്രത്യേക ഘടക പദ്ധതി എന്ന് പറയുന്നത് SCP പദ്ധതിയാണ്, 1,66,00,000. പിന്നെ റോഡിതരം റോഡ് 1,74,00,000, 2,60,00,000, അങ്ങനെ 4,35,00,000. ഇങ്ങനെ 14,23,00,000 പരം വരുന്ന രൂപയാണ് ഒരു വർഷം ചെലവഴിക്കേണ്ടത്. ഇവിടെ കുറഞ്ഞിരിക്കുന്നത് പ്ലാൻ ഫണ്ടിലും SCPയിലുമാണ്. SCPയിൽ 10-30 ലക്ഷം രൂപയാണ്, 2 കോടിയിൽ 30 ലക്ഷം രൂപയുടെ പിന്നെ കുറവാണ് വന്നിട്ടുള്ളത്. അല്ല, അതും കുറവ് തന്നെയാണ്, ഇല്ല ഞാൻ പറയുന്നില്ല. പിന്നെ ഈ പ്ലാൻ ഫണ്ടിലാണ് ഈ വന്ന കുറവ് എന്ന് പറയുന്നത്. അതിനിവിടെ വേറൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. എന്താ വ്യത്യാസം? അന്ന് ഇവര് ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഈ ടൈഡ് ഇത്രയില്ല. ടൈഡും ബേസിക്കും കൂടിയും ഇപ്പൊ വരുന്നത് എത്രയെന്ന് അറിയാം നിങ്ങൾക്ക്? 5,45,100,000 രൂപയാണ് ബേസിക്. 5,45,00,000 രൂപയാണ് ടൈഡ്. അത് കഴിഞ്ഞ കുറിയത്തെ കൂടി നിങ്ങൾ കേൾക്കണം. കഴിഞ്ഞ കുറി ബേസിക് വന്നത് 2,26,00,000. കഴിഞ്ഞ കുറി ടൈഡ് വന്നത് 2,27,00,000. രണ്ടും ഇരട്ടിയായി. ഇരട്ടിയായത് കേന്ദ്രാവിഷ്കൃത ഫണ്ടാണ്, ഞാൻ നിഷേധിക്കുന്നില്ല. ഞങ്ങൾക്ക് നഗരസഭയുടെ മുകളിൽ സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റുമാണ്. ആ 2 ഗവൺമെന്റുകളെ ഡിപ്പെൻഡ് ചെയ്തും ഓൺ ഫണ്ട് ഫലപ്രദമായി വിനിയോഗിച്ചുമാണ് ഒരു ധനകാര്യ സ്ഥാപനം പിന്നെ ഇവിടെ പിന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, ധനകാര്യ മാനേജ്മെന്റ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ആ വന്ന കാശും കൂടിയും മൊത്തം കൂട്ടിയാൽ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് ഞാൻ പറയാം. 1,52,00,000. ഓക്കെ, അത്രേ വരുള്ളൂ. 1,52,70,000. SCP പദ്ധതി എന്ന് പറയുന്നത് 1,69,00,000. പിന്നെ ബേസിക് 5,45,100,000, ടൈഡ് 5,45,100,000 എന്ന് പറഞ്ഞാൽ 14,11,82,000 രൂപ നമുക്ക് ആ ഇനത്തിൽ ഇവിടെ വരുന്നുണ്ട്. പിന്നെ റോഡിലും റോഡിതരത്തിലും കുറച്ചിട്ടില്ല. റോഡ് എത്ര? 1,63,69,000. പിന്നെ റോഡിതരം റോഡ് എന്ന് പറയുന്നത് 3,15,77,000. അപ്പൊ മൊത്തം 18-19 കോടി രൂപയുടെ വാർഷിക പദ്ധതി നല്ല ധനകാര്യ മാനേജ്മെന്റോട് കൂടി ചെയ്യാൻ കഴിയുന്ന ഭരണാധികാരികളാണെങ്കിൽ ചെയ്യാം. സർക്കാരിൽ നിന്നും ഇത്തരത്തിലുള്ള ഈ ഫണ്ടിന്റെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള വലിയ പരാമർശങ്ങളോ വിവാദങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. UDF സർക്കാർ 10 വർഷത്തിന് ശേഷം വന്ന് ആദ്യ ബജറ്റിൽ തന്നെ ഇത്തരത്തിലുള്ള വലിയ വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും വേണ്ടിയില്ലേ ഈ ഫണ്ട് വ്യാപനത്തിന്റെ കാര്യത്തില്? അതിന് കഴിഞ്ഞ പ്രാവശ്യം വിവാദങ്ങൾ ഉണ്ടാക്കേണ്ടവർ ഇപ്പൊ ഞാൻ കഴിഞ്ഞ പിന്നെ കൗൺസിലിൽ ചോദിച്ചപ്പോ നിങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അവിടെ? നിങ്ങൾ വാർത്തയ്ക്കോ? ഇല്ലല്ലോ. ഞങ്ങൾ ചോദിച്ചില്ലേ, നമ്മളെ ലാസ്റ്റ് ഫണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു, എന്താണ് കാരണം? സംസ്ഥാന ഗവൺമെന്റിനോട് ചോദിച്ചിട്ടുണ്ടോ? നമുക്ക് ആ പണം 1 കോടി അല്ല പറയട്ടെ 1,65,00,000 ഉറുപ്പിക നമ്മുടെ സംസ്ഥാന പിന്നെ നമ്മുടെ നഗരസഭക്ക് നഷ്ടപ്പെട്ടു. സംസ്ഥാന ഗവൺമെന്റ് തരേണ്ട ലാസ്റ്റ് ഗഡു സമയത്ത് തരാത്ത സ്ഥിതി എപ്പോഴും ഉണ്ടെന്നിരിക്കെ കഴിഞ്ഞ തവണ തന്നു തന്നെയല്ല. അപ്പൊ ഇത് നിരന്തരമായി ഞാൻ പറയട്ടെ, ഇത് നിരന്തരമായി ഇല്ലാത്ത കണക്കുകൾ പെരുപ്പിച്ച് ഇങ്ങനെ കാണിച്ച് 1 കൊല്ലം 3 ഗഡു തരാറില്ല. അല്ല, തെരഞ്ഞെടുപ്പ് കോഡ് ഓഫ് കോണ്ടക്ട് ഇതിന് ബാധകമല്ല. ഇത് ബജറ്റ് അലോക്കേഷനാ. ഇത് എന്നോ തീരുമാനിച്ച കാര്യം. തെരഞ്ഞെടുപ്പ് വേണോ വേണ്ടേ എന്ന് ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിക്കുന്നതിന്റെ മാസങ്ങൾക്ക് മുമ്പേ കേരളത്തിലെ ഗവൺമെന്റ് പിന്നെ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ പ്രഖ്യാപിച്ചതാ. ആ പ്രഖ്യാപിച്ച പദ്ധതികൾ നടക്കാൻ യാതൊരു തടസ്സവുമില്ല കിട്ടാൻ. അത് സമയത്ത് കൊടുക്കാത്ത ഗവൺമെന്റ് ആണോ? അതുകൊണ്ടാണല്ലോ നിങ്ങളൊരു കാര്യം ആലോചിക്കായിരുന്നു. നിയമസഭയിൽ ഈ ബജറ്റില് സംബന്ധിച്ച് 3 ദിവസത്തെ ചർച്ച നടന്നു. വിവിധങ്ങളായ വിഷയങ്ങൾ, ഞാൻ അതിലേക്ക് പോകുന്നില്ല, വിവിധങ്ങളായ വിഷയങ്ങളെ കുറിച്ച് അവിടെ ചർച്ച നടന്നു. അവിടെ ജയിച്ച MLA-മാരെല്ലാവരും കേമന്മാരാണ്. ഞാൻ ആരും മോശക്കാരായി പറയണില്ല. ഞങ്ങളെ MLA-മാര് ഞങ്ങളെ അവതരിപ്പിച്ച ബഡ്ജറ്റാണെന്ന് വെക്കട്ടെ. ഇവിടെ പ്രതിപക്ഷ MLA ഉണ്ടല്ലോ, എപ്പോഴും ചെർപ്പശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ സ്ഥിരതാമസമാക്കിയിട്ടുള്ള നമ്മുടെ MLA പിന്നെ P. മമ്മിക്കുട്ടി അവർകള് ഒരു ചോദ്യം കേരളത്തിലെ നിയമസഭയിൽ ചോദിച്ചോ? ചെർപ്പശ്ശേരി നഗരസഭയ്ക്ക് എന്തുകൊണ്ടാണ് പിന്നെ ഫണ്ട് കുറച്ചത്? ഇത് സംസ്ഥാന വ്യാപകമായി കുറച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്നലെ എല്ലാ വിവാദപരമായ വിഷയങ്ങളെയും സുന്ദരമായി അവിടെ പൊളിച്ചടുക്കി കൊടുത്തില്ലേ? ഇത് പറയില്ലേ? വിശദീകരണം കിട്ടുമായില്ലേ? നമുക്ക് ചോദിച്ചില്ല. അപ്പൊ അവരൊക്കെ ഞാൻ മനസ്സിലാക്കണം എന്താ അറിയോ? MLA-മാരൊക്കെ അത്യാവശ്യം ഉള്ളവരാണ്. അവരെ യാഥാർത്ഥ്യം മനസ്സിലാക്കി.
ഇതിന്റെ റിയലായി ഒരു ഗവൺമെന്റിന് ചെയ്യാവുന്നത് എന്തൊക്കെയാണോ ആ ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഗവൺമെന്റാണ് കേരളം ഭരിക്കുന്നത്. തരാ എന്ന് പറഞ്ഞിട്ട് പിന്നെ ടാറ്റ കാട്ടി പോണ സ്വഭാവം ഈ സർക്കാരിനില്ല. ചെറുപ്പളശ്ശേരി CCST കോളേജിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു. നാക് അംഗീകാരമുള്ള CCST കോളേജിലേക്ക് കാലാനുസൃതമായ കോഴ്സുകളിലേക്കും അഡ്മിഷൻ തുടരുന്നു. 2 PG കോഴ്സുകളും 10 UG കോഴ്സുകൾക്കുമൊപ്പം ഈ വർഷം ആരംഭിക്കുന്ന പുതിയ കോഴ്സുകളായ BSc AI, BBA വിത്ത് ലോജിസ്റ്റിക്സ് തുടങ്ങിയ കോഴ്സുകളിലേക്കും അഡ്മിഷൻ തുടരുന്നു. CCST ക്യാമ്പസ് നൽകുന്ന പ്രധാന സവിശേഷതകൾ: അത്യാധുനിക ICT എനേബിൾഡ് ക്ലാസ് റൂംസ്, വിനോദങ്ങൾക്കായി പ്രത്യേക കേന്ദ്രം, വിപുലമായ ലാബ് സൗകര്യങ്ങൾ, ഉന്നത പഠന നിലവാരം, യൂണിവേഴ്സിറ്റി റാങ്കുകൾ, പ്രകൃതി രമണീയവും ഹരിതാഭവുമായ ക്യാമ്പസ്, മികച്ച പ്ലേസ്മെന്റ് സഹായവും തൊഴിൽ നൈപുണ്യ വികസന പരിപാടികളും, ആഡ് ഓൺ കോഴ്സസ് AI, ML, ASAP, ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ, ടാലി, CMA തുടങ്ങിയ സർട്ടിഫൈഡ് കോഴ്സുകൾ. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനുമായി ഇന്നു തന്നെ ബന്ധപ്പെടൂ. ചെറുപ്പളശ്ശേരി കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, കാറൽമണ്ണ, ചെറുപ്പളശ്ശേരി, പാലക്കാട്.